ഗുഡ് മോർണിംഗ്. കിട്ടും സമയം ഇപ്പം രാവിലെ 5:40. രാവിലെ ലൈറ്റൊക്കെ വന്നു. ഞാനിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പോകുന്ന വഴിക്ക് എവിടുന്നെങ്കിലും ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ നോക്കാം കേട്ടോ. ഇവിടെ ഇനി അധികം നിൽക്കാൻ പറ്റില്ല. ബില്ല് എനിക്കൊരു 3:30-3:45 അങ്ങാണ്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഡോറ് മുട്ടിയിട്ട് കൊണ്ടു തന്നു കേട്ടോ. ഇനിയിപ്പം പയ്യെ പോവാൻ എനിക്ക് വഴിയൊന്നും അറിയില്ല. പുള്ളി ഇങ്ങനെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആരോടും ചോദിക്കാം. പോകണതിന് മുമ്പ് നമുക്കൊന്ന് ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അവിടെ കാണുന്ന നയറ ഫ്യൂൾ സ്റ്റേഷനിൽ ടോയ്ലറ്റ് യൂസ് ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടോയ്ലറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടോയ്ലറ്റ് ആയിരുന്നു. ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എൻ്റെ അടുക്ക ലിക്വിഡ് ക്യാഷ് ഒന്നും ഇല്ല. ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടെ. എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല, ഒന്നും കിട്ടിയില്ല അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇഡലിക്കുള്ള കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. വിശക്കുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഇങ്ങോട്ടെത്തിക്കാം. വളരെ മികച്ചൊരു ഭക്ഷണം തന്നെയായിരുന്നു. 4 ഇഡലി, 2 വട, പിന്നെ ദോശ, ഒരു നൈസ് ദോശ, ഒരു ഓംപ്ലേറ്റ്, ഒരു ഹാഫ് ബോയിലിട്ട് 100 രൂപ, 101 രൂപ. ഇങ്ങനെ 101 രൂപയും കൊടുത്ത് ഭക്ഷണം കഴിച്ച് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഞാൻ ഇപ്പോഴൊന്നും വീഡിയോ എടുക്കില്ല, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് തീരാറായി. വിളിപ്പുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പൊക്കോണ്ടിരിക്കണത്. വിളിപ്പുരത്തുനിന്ന് സേലം, മീറോഡ്, കോയമ്പത്തൂർ അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കണത്. ഇതിന്റെ ഇടയിൽ പിറകിൽ ഒരാളുടെ ടയർ കെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനടിച്ച് ബെൽറ്റ് പൊട്ടി. ആ ഷീറ്റിന്റെ സൈഡ് വരഞ്ഞ് അത് പൊട്ടി. എന്നിട്ട് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത്. ചെയിനൊക്കെ ലൂസായിട്ടും ഉണ്ടായിരുന്നു. എല്ലാം ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വേറെ ബെൽറ്റ് എടുത്ത് കെട്ടി. ആ ബെൽറ്റിന്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് സാലറിനെ ഡെബിറ്റ് ചെയ്യും കേട്ടോ. അതാണ് ഇനിയിപ്പോൾ പ്രശ്നം. വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്. ഞാൻ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മിസ്റ്റേക്ക് അല്ല, ടയർ കെട്ടിയതുകൊണ്ട് ടയറിൻ്റെ വെയിറ്റ് കൊണ്ട് പൊട്ടിയതാണ്. ഇനിയിപ്പോൾ വേറൊന്നും കൂടി കെട്ടിയിട്ടുണ്ട്. മിക്കവാറും അതും പൊട്ടുന്ന എനിക്ക് തോന്നണം. കാരണം പ്ലേറ്റിൻ്റെ സൈഡ് നല്ല ഷാർപ്പാണ്. അത് ഇങ്ങനെ എന്തായാലും മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരഞ്ഞ് പൊട്ടുന്നതാണ്. ട്രാഫിക് ഇല്ലാത്ത തിരക്കാണ് കേട്ടോ. ഐ മീൻ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കാം. എവിടെയും അധികം സ്ലോ ആക്കേണ്ടതെന്ന് വരുന്നില്ല. ഒരേ സ്പീഡിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കാൻ പറ്റുന്ന റോഡാട്ടോ. ഓരോ സ്ഥലത്ത് കൂടിയൊക്കെ പോകുന്ന സമയത്ത് ഫുള്ള് ബൈക്കും ട്രാക്ടറൊക്കെ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ലൈനിലേക്ക് കൂടി പോകാനേ പറ്റുന്നില്ല. ഞാനിപ്പോൾ അധികം ലെഫ്റ്റ് ലൈൻ തന്നെയാണ് കീപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. റൈറ്റ് ലൈന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റൈറ്റ് ലൈൻ യൂസ് ചെയ്യണം. നല്ലൊരു ഏരിയ കേട്ടോ. മലകളും വളവും തിരിവും നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാണ്. ഇത് ഡിണ്ടിവനം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് വിളിപ്പുറത്തേക്ക് 40 കിലോമീറ്റർ കണ്ടോ ഡിണ്ടിവനം. വേറൊന്ന് പുതുച്ചേരി, അതായത് പോണ്ടിച്ചേരിയിലേക്ക് ഇവിടുന്ന് 35 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറെ പുതുച്ചേരി രജിസ്ട്രേഷൻ, BY രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പോണ്ടിച്ചേരി എത്തിയതിനു ശേഷം എനിക്ക് ട്രക്ക് ലേ ബൈ ഒക്കെ 2-3 ട്രക്ക് ലേ ബൈ ഒക്കെ കാണാൻ പറ്റി. വളരെ നല്ല ട്രക്ക് ലേ ബൈ തന്നെ. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹൈവേ ആണ്. ഹൈവേന്റെ വർക്ക് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഞാൻ ഇനി കുറച്ച് സമയം കൂടി ഓടിയിട്ട് വണ്ടി എവിടെയെങ്കിലും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഒരു മണിക്കൂർ ഞാൻ എന്തായാലും വണ്ടി നിർത്തിയിടും. ടയർ നല്ല ചൂടായിട്ടുണ്ടാവും. വരുന്ന വഴിക്ക് 2-3 വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് കണ്ടു. നാഷണൽ പെർമിറ്റ് ഉണ്ട്. സോ ഞാൻ എന്തായാലും കുറച്ചൊന്നും നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ടയർ പൊട്ടിയിട്ടുണ്ട് വയ്യ. പൈസ പോകുന്നത് മാത്രമല്ല, പിന്നെ അതിൻ്റെ മുകളിൽ കഷ്ടപ്പെടേണ്ടി വരും. ജാക്കിയൊന്നുമില്ല, ജാക്കിയൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഞാൻ തന്നെ ടയറൊക്കെ പൊക്കി സ്റ്റെപ്പിനൊക്കെ എടുത്തിടേണ്ടി വരും കേട്ടോ. സോ കുറച്ച് ദൂരം കൂടി ഓടിയിട്ട് ഏതെങ്കിലും തണലായ സ്ഥലത്ത് പോയിട്ട് വണ്ടി ഒതുക്കും കേട്ടോ. കുറേ ഓടിയതിന് ശേഷം ഒരു ട്രക്കിലേ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഞാനിവിടെ വണ്ടി ഒതുക്കിയ നല്ല ചൂടാണ്. പക്ഷേ ഒരുപാട് തപ്പി എവിടെയും ഒരു മരത്തിൻ്റെ സൈഡോ അങ്ങനൊന്നുമില്ല. മരത്തിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ടെക്സ്റ്റൈൽ ചെയ്തിട്ട് ഞാനൊന്ന് ഒതുക്കി. ടയറൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ടയർ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി വർക്ക് ചെയ്തേക്കണേ. ഈ ലേബയിൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പോയി നോക്കിയായിരുന്നു. ടോയ്ലറ്റ് ഉണ്ട്, ഫ്രീ ടോയ്ലറ്റാണ്. അലക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. സോ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് എന്തായാലും അലക്കാനുണ്ട്, തുണി വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കണം. 300 കിലോമീറ്റർ ഡെയിലി ഓടിക്കാനാകട്ടെ. 300-400 കിലോമീറ്റർ, 180 കിലോമീറ്റർ ഓൾറെഡി ഓടിച്ചു. ഇനി രാത്രി ആകുമ്പോഴത്തേക്ക് 300 കിടക്കും. തുണി വാഷ് ചെയ്യാം. ഇവിടാണ് തുണി വാഷ് ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ അപ്പുറം ഉണ്ട് കേട്ടോ, നല്ല ടോയ്ലറ്റ് ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഇവിടെയാണ് തുണി വാഷ് ചെയ്യാനുള്ള സ്ഥലം. തുണി വാഷ് ചെയ്യാം കേട്ടോ. കഴുകണ ഇത് രണ്ടും ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഇതിൻ്റെ സ്റ്റാഫിൻ്റെ ടോയ്ലറ്റ് ഇതാണെന്നാണ് പറഞ്ഞത്. ഡ്രൈവേഴ്സിന് അവിടെ എവിടെയോ കുളിക്കാനും ഇതാക്കാനൊക്കെ വണ്ടിയുടെ അപ്പുറം ഉണ്ട്. ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് സമ്മതിക്കുമെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരന് ചെറിയ കിട്ടും, എനിക്കറിയില്ല. കുളിക്കേണ്ടിക്ക് കുളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുന്നിലുള്ളതാണ് ഫ്രീ ആയിട്ടുള്ള ടോയ്ലറ്റ്. അവിടെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, കുളിക്കാനും തുണി വാഷ് ചെയ്യാനൊന്നും സ്ഥലമില്ല കേട്ടോ. അങ്ങനെ കുളിച്ചു, നല്ല ഫ്രഷ് ആയിട്ടോ. കുളിച്ചതിന് ശേഷം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും മുന്നിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ നോക്കാം, ഒരു സമാധാനമായിട്ടോ. അപ്പോൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിടാം. ഇനി 300 സംതിങ് കിലോമീറ്ററാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്കുള്ളത്, കോയമ്പത്തൂരേക്കുള്ളത്. ഇനി നേരെ പോകുന്നത് സേലത്തേക്കാണ്. സേലത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഈറോഡ് കോയമ്പത്തൂർ. ഈറോഡ് ടച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് കേട്ടോ വഴി. കുളിച്ചു, ഡ്രസ്സൊക്കെ കഴുകി വെച്ചു. കുറച്ച് വെള്ളം ഞാൻ പിടിച്ച് വെച്ചേക്കുണ്ട്. അത് വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്. നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഗ്ലാസ്സിൽ ഫുള്ള് കലിയും പാടും ഒക്കെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് സമയം ഉണങ്ങാൻ വെച്ചിട്ട് പോകാം. എനിക്ക് സ്പെക്സും ഉള്ളത് കൊണ്ട് സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ടായാൽ തന്നെ അല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചില്ല. കണ്ടില്ലേ, അവിടെയുള്ളതാണ് അവർ പറഞ്ഞത്. ഡ്രൈവേഴ്സിന് വേറെ കുളിക്കാനും വാഷ് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് അവിടെയാണ്. പക്ഷേ ഞാൻ ഓൾറെഡി അവിടെ എത്തി ഡ്രസ്സൊക്കെ അയച്ചു വെച്ചതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് അറിയില്ല എന്നാണ് അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത്. ചില സമയങ്ങളിൽ പ്രശ്നമാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഇത് ഹൈവേൻ്റെ ആയിരിക്കില്ല ട്രക്കിലെ ബൈ. അപ്പോൾ ഹൈവേൻ്റെ തന്നെ ആയിരിക്കും ആ ടോയ്ലറ്റ്. ഇനി അവർ പിടിച്ചു വെച്ചേക്കുന്നതാണോ അതോ അവരുടെ തന്നെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്തേക്കുന്നു. ഇനിയിപ്പോൾ ഒന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇല്ല ഫുഡ് കഴിക്കാൻ എന്താ ഫുഡ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് വിശക്കുന്നുണ്ട് ചെറുതായിട്ട് കുളിച്ചതിന് ശേഷം. അപ്പോൾ ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ടീഷർട്ടിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. പിന്നെ അന്ന് ഡെക്കാത്തിലോണിൽ പോയപ്പോൾ വാങ്ങിയ ടീഷർട്ടാണ്. അത് സ്റ്റിക്കർ പറിക്കാൻ മറന്നുപോയി. ഇപ്പോൾ കണ്ടു ഞാൻ പറിച്ചു. ഓക്കെ, അതാട്ടോ ടയർ. ഇവിടെ കിടന്ന ബെൽറ്റാണ് പൊട്ടിയ. ഇവിടുന്ന് പൊട്ടി. ആ ബെൽറ്റിൻ്റെ പാതി ഞാൻ മേലെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ആ ടയർ ഇങ്ങനെ വന്ന് അടിക്കുക ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ചാടാനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം നിവർത്തിയില്ല, അത് കെട്ടിയിട്ട് പോയേ പറ്റത്തുള്ളൂ. ആ വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ കൂടുതൽ കലയാവുക ചെയ്ത്. ആ വെള്ളത്തിന് എന്തോ ഉപ്പിൻ്റെ അംശം എന്തോ ഫുള്ള് വൈറ്റ് സ്പോട്ട് വന്നേക്കണം. ഭക്ഷണം കഴിക്കാം. ഞാൻ ഇനി മുതൽ ഷൂസ് ട്രൈ ചെയ്യാത്താലോ എന്ന് ആലോചിക്കുകയാണ്. കാല് വൃത്തികേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഫുള്ള് കാല് വൃത്തിയിടാം. പിന്നെ ബെഡിലൊക്കെ കയറി കിടക്കുമ്പോൾ ബെഡിലൊക്കെ പൊട്ടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. സോ ഇതിൽ ഷൂ ഇട്ട് നോക്കാം. പോസിബിൾ ആണോ എന്നറിയില്ല, നോക്കാം. ഒരു നെയ് റോസ്റ്റ് പിന്നെ ചട്നി ഇതൊക്കെയാണ് കേട്ടോ. കഴിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഒരു ചായക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു ദോശക്കും ഒരു ചായക്കും 90 രൂപ, ഒരു ചായക്ക് 30 രൂപ. കുറച്ചധികമാണ്. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല. കഴിച്ചു. എടാ അവിടെ വെള്ളത്തിൻ്റെ ക്യാൻ ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടിയിൽ വെള്ളമില്ല. അവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെള്ളത്തിൻ്റെ ക്യാൻ. എന്തായാലും ഒരു ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് പോയി. അവിടെ കോയമ്പത്തൂർ എത്തിയിട്ട് വെള്ളം നിറയ്ക്കാൻ തോന്നും. ഇപ്പോൾ നമുക്ക് വിടാം. സമയം 6:15. ഇപ്പോൾ ഇവിടുന്ന് വിടുകയാണ്. എത്ര കിലോമീറ്റർ ഓടും? ഇനി എന്തായാലും ഒരു 150-200 കിലോമീറ്റർ ഞാൻ എന്തായാലും ഓടിക്കും കേട്ടോ. എന്നിട്ടേ ഉറങ്ങുള്ളൂ. നാളെ വരെയാണ് ബില്ലിൻ്റെ ഡേറ്റ് ഉള്ളത്. അപ്പോൾ നാളെ എത്തിയാൽ മതി, കുഴപ്പമില്ല. ഞാൻ വണ്ടി എടുത്ത് കേട്ടോ. ഇവിടെ പൈസ കൊടുക്കണോ അറിയില്ല, ചോദിച്ചോക്കട്ടെ. ഇവിടെ പൈസേൻ്റെ ഒന്നും ഇല്ല. അവിടെ പാർക്കിങ്ങിൽ വെള്ളം തരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചായ പൈസ വേണമെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മൾ വിടുകയാണ്. ഇനി എനിക്ക് കറക്റ്റ് എക്സാക്ട് കോയമ്പത്തൂരേക്ക് 320 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ 6:20 നമ്മൾ ഡീസൽ അടിച്ചിട്ട് 450 കിലോമീറ്റർ ഓടി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ജിയോൻ്റെ പമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനിട്ട് കമ്പനിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡീസൽ അടിക്കണമെന്ന്. അപ്പോൾ കമ്പനിയിൽ നിന്ന് 15,000 രൂപ, സാധാരണ 35,000 രൂപക്ക് അടിക്കാം, 35,000 വരെ മാക്സിമം അടിക്കാം. അപ്പോൾ പറഞ്ഞു അക്കൗണ്ടിൽ 15,000 മാത്രമേ ഉള്ളൂ, 15,000-ൽ അടിച്ചാൽ ബാക്കി ഇവിടെ കമ്പനിയിൽ വന്നിട്ട് അടിക്കാമെന്ന് കേട്ടോ. നമ്മൾ കമ്പനീൻ്റെ അകത്ത് ഫ്യൂൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. 15,000-ന് നമുക്ക് എണ്ണ അടിക്കാം. ഇവിടെ 93.84 ആണ് കേട്ടോ ഡീസലിൻ്റെ വില. കറക്റ്റ് 14,000 അടിച്ചപ്പോൾ ഫുള്ളായി കേട്ടോ. 93 രൂപ 84 പൈസയാണ് ഇവിടെ ഡീസലിന് വില. കറണ്ട് പോയി ആദ്യം അടിച്ചപ്പോൾ, പകുതി 2,000-ന് അടിച്ചിട്ട് പിന്നെ വീണ്ടും അടിക്കേണ്ടി വന്നു. പിന്നെ ഗ്ലാസ് മൊത്തം സ്ക്രാച്ചാണ് ആ വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം. ഉള്ളിലും കൂടെ പണിയായല്ലോ. നേരത്തെ മൈലേജ് കിട്ടി കേട്ടോ നമുക്ക്. സാധാരണ 18,000-നൊക്കെ അടിക്കുമ്പോഴാണ് ഫുള്ളാകല്. അത് 300 കിലോമീറ്റർ, ഇത് 454 കിലോമീറ്റർ ഓടിയിട്ടാണ് എന്നെ അടിച്ചത് കേട്ടോ. വെള്ളമായിട്ട് ബോട്ടിൽ വെള്ളം നിറച്ചു കേട്ടോ. ബക്കറ്റിൽ നിറച്ചു, ക്യാനിൽ നിറച്ചു. കുടിക്കാൻ വെള്ളമായി. അപ്പോൾ സമയം ഇപ്പോൾ 12:40 കേട്ടോ. ഞാൻ സേലത്തെത്തി. ഇത് സേലത്തിൻ്റെ പുറത്താണ്, സേലം തന്നെയാണ്. സേലം ടൗൺ കുറച്ച് ഉള്ളോട്ടാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ, ഇത് തന്നെയാണ് പ്രോപ്പർ സേലത്താണുള്ളത്. ഇപ്പോൾ 12:40 കേട്ടോ. ഇനി എനിക്ക് 164 കിലോമീറ്ററും കൂടി ഓടാനുള്ള. എനിക്ക് ഉറക്കം വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആണ് എന്താ വേണ്ടതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി കടന്നിട്ട് പോയാലോ എന്നും ആലോചിക്കാം കേട്ടോ.